ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഇരുമ്പുംപുളി അച്ചാർ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. ഇവിടെ ഫ്ലോറിഡയിലാണ് ഞങ്ങൾ. ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇരുമ്പുംപുളി ഉണ്ട്. അപ്പോൾ ആ ഫ്രണ്ട് എനിക്ക് കുറേ ഇരുമ്പുംപുളി കൊണ്ടു തന്നു. അത് ഞാൻ പകുതി കഴുകി ഫ്രീസറിൽ വെച്ചു. മീനും ഇരുമ്പുംപുളിയും കൂടെ കൂടി കറി വയ്ക്കാനായിട്ട് പകുതി കൊണ്ട് ഞാൻ അച്ചാറുണ്ടാക്കി. ഈ ഇരുമ്പുംപുളി പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി അവൈലബിൾ ആയിരുന്നു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ടൊമാറ്റോയുടെയും പച്ചമാങ്ങയുടെയും ഒക്കെ സ്ഥാനത്ത് ഇതാണ് പുളിക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇതിന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് ഹൈപ്പർ ടെൻഷനൊക്കെ ഒത്തിരി നല്ലതാണെന്ന് പറയുന്നു. അപ്പം അധികം വൈകാതെ നമുക്ക് ഇരുമ്പുംപുളി അച്ചാറും ഉണ്ടാക്കാം. എനിക്ക് കിട്ടിയ ഇരുമ്പുംപുളി ഇതാണ്. ഇത് ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് ഇരുമ്പുംപുളി കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ അരിഞ്ഞെടുത്തു. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ഒരു 5-8 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത്, 2 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 5-6 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി വേണം. ഇനി നമുക്ക് ഈ ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ട് നല്ല ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കാം. ഇത് നല്ല ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നന്നായി വഴണ്ട് കിട്ടി ബ്രൗൺ കളറായി വന്നു. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമ്മുടെ ഈ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഈ അച്ചാറിന് ആവശ്യമുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. ഈ എണ്ണ ചൂടാറി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കായപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിൻ്റെ ഇഷ്ടാനുസരണം മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഈ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലയുടെ പച്ചമണമെല്ലാം മാറി നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പുംപുളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഈ അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അച്ചാറിന് ഉപ്പ് എപ്പോഴും ഇച്ചിരി മുമ്പോട്ട് നിൽക്കണം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. എന്നിട്ട് അത് കഴിച്ച് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കും. ഇനി നമ്മുടെ ഇരുമ്പുംപുളി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. എൻ്റെ ഈ ചീഞ്ചട്ടി ചെറുതായിപ്പോയി. ഇതിലിട്ട് ഇളക്കാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ വേറെ ഒരു വലിയ ചീഞ്ചട്ടിയിലേക്ക് ഇത് മാറ്റിയിടാൻ പോവുകയാണ്. ഞാൻ ഈ പാത്രത്തിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് ഞാൻ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തു. ഈ മസാല ഇരുമ്പുംപുളിയും കൂടി നന്നായിട്ട് മിക്സായി കിട്ടാനായിട്ട് ഞാൻ തീ ലോ ഫ്ലെയിമിൽ വച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇതിനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നേരം നമുക്കിതോണം അടുപ്പത്ത് വയ്ക്കാം. നമ്മുടെ അച്ചാർ റെഡിയായി. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇത് തണുക്കാനായിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പും മസാലയും എല്ലാം ആവശ്യത്തിനുണ്ട്. ഞാൻ ഇന്നിങ്ങനെ ഇത് വെളിയിൽ അടച്ച് വയ്ക്കും. നാളെ ആകുമ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് സേവ് ചെയ്യും. ഇത് പിറ്റേ ദിവസമാണ്. നമ്മുടെ അച്ചാർ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല സൂപ്പർ രുചിയുണ്ട്. ഇനി ഇത് നമുക്കൊരു ഭരണിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് സേവ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇരുമ്പുംപുളി അവൈലബിൾ ആണെങ്കിൽ ഇതുകൊണ്ട് ട്രൈ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നമുക്കിനി ഇതൊരു ഭരണിയിലേക്ക് പകർത്തിയിട്ട് സേവ് ചെയ്യാം. ഈ ഭരണിയിലാണ് ഞാൻ സേവ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് 3/4 ഭരണി അച്ചാർ കിട്ടി. ഇത് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സേവ് ചെയ്ത് വയ്ക്കാവുന്നതാണ്.